നടിയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് 5-ന് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം ആലുവ പോലീസ് ക്ലബ്ബിലാണ്. വിവരങ്ങളുമായി നികേഷ് ചേരുന്നുണ്ട്. നികേഷ്, പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ വലിയ സുപ്രധാനമായ ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്നത്തെ യോഗത്തിന്? എന്താണ് വിവരങ്ങൾ? സൗമ്യ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചി ആലുവ പോലീസ് ക്ലബ്ബിൽ യോഗം ചേരും. വൈകിട്ട് 5 മണിക്കാണ് യോഗം ചേരുക. IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യോഗം ചേരുക. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ ADGP B സന്ധ്യ, മറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാർ എല്ലാവരും ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതുവരെ ഗൂഢാലോചന സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച തെളിവുകളും മൊഴികളും യോഗം വിലയിരുത്തും. അതോടൊപ്പം തന്നെ നാദിർ ഷാ, ദിലീപിൻ്റെ മാനേജർ സുനിൽ രാജ് എന്ന അപ്പുണ്ണി എന്നിവരെ ചോദ്യം ചെയ്യുന്നതിന് ലഭിച്ച വിവരങ്ങൾ യോഗം വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കും. നാദിർ ഷയുടെയും ദിലീപിൻ്റെയും അപ്പുണ്ണിയുടെയും മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഈ വൈരുദ്ധ്യങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ്. പിന്നീട് അത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകും. ഇതിനുശേഷമായിരിക്കും നാദിർ ഷയോ ദിലീപിനെയോ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. അന്വേഷണ ചുമതലയുള്ള IG ദിനേന്ദ്ര കശ്യപ് കഴിഞ്ഞ ദിവസം DGP ലോക്നാഥ് ബെഹ്റയുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ആലുവ പോലീസ് ക്ലബ്ബിൽ യോഗം ചേരുന്നത്. യോഗത്തിൽ ദിനേന്ദ്ര കശ്യപിനോട് ഈ കേസ് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ വിലയിരുത്തലുകളും DGP നടത്തിയിരുന്നു. ഈ DGPയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ കൂടി ദിനേന്ദ്ര കശ്യപ് യോഗത്തെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഈ കേസ് സംബന്ധിച്ച് കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം സമഗ്രമാക്കാനും അതോടൊപ്പം തന്നെ ഏകോപനം കൂടുതൽ ഫലവത്താക്കാനും കൂടിയാണ് ഇന്ന് ആലുവ പോലീസ് ക്ലബ്ബിൽ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വസ്തുത, അന്വേഷണം ഈ കേസ് സംബന്ധിച്ച് അറസ്റ്റ് തടയുന്നതിനായി നാദിർ ഷയും അതോടൊപ്പം ദിലീപും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നാദിർ ഷയോ ദിലീപോ അല്ലെങ്കിൽ അപ്പുണ്ണിയോ കടക്കുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതു തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് വേണ്ടത് എന്ന് സംബന്ധിച്ചും യോഗം വിലയിരുത്തും. സൗമ്യ, ഒരുപക്ഷെ നികേഷ്, നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ, ദിലീപ് അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുക, മറ്റുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലക്ഷ്യയിലൊക്കെ നടത്തിയ റെയ്ഡുമായൊക്കെ ബന്ധപ്പെടുത്തി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് അടുത്ത ഘട്ടമായി മുൻപോട്ട് നിൽക്കുന്നത്. പക്ഷേ വലിയ ഒരു വിഷയമുള്ളത്, ഇതിൽ പലരും ഉന്നതരാണ്. കേസിൻ്റെ ഒരു പ്രത്യേകിച്ച് മീഡിയ അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കേസ്. അതുകൊണ്ടൊക്കെ അങ്ങേയറ്റം കൃത്യമായ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതിന് ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതിൻ്റെയൊക്കെ ഒരു ചർച്ചയും ഈ ഒരു മീറ്റിംഗിൽ നടക്കും. ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച് പോലീസ് സമാഹരിച്ച തെളിവുകളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ മൊഴികളും വിലയിരുത്തിയിരുന്നു. പോലീസ് സമാഹരിച്ച തെളിവുകളും മൊഴികളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ പ്രതി പൾസർ സുനിയുടെ രണ്ടാം ഘട്ടത്തിലെ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതായത് ആദ്യഘട്ടത്തിൽ പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് താൻ സ്വയം ചെയ്തതാണ് ഈ കൃത്യം, പണത്തിന് വേണ്ടി താൻ സ്വയം ചെയ്തതാണ് ഈ കൃത്യം എന്നായിരുന്നു. പക്ഷേ 2 മാസത്തിന് ശേഷമാണ് മറ്റു തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. താൻ ഇതിലൊരു ഇടനിലക്കാരൻ മാത്രമാണ്. വലിയൊരു ഇന്ന് പൾസർ സുനി സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള സ്രാവുകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് പൾസർ സുനിയുടെ കാക്കനാട് ജയിലിലെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ ജിൻസന്റെ മൊഴി പൂർണ്ണമായും തന്നെ ഇത്തരത്തിൽ ലഭിച്ച മൊഴികളോടും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയും സാധൂകരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ജയിലിൽ നിന്ന് സുനി ഫോൺ ചെയ്തത് സംബന്ധിച്ചാണ് കൃത്യമായ മൊഴി വന്നത്. അതാണ് പ്രത്യേകിച്ചും നാദിർ ഷയ്ക്കെതിരെ കൃത്യമായൊരു തെളിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് വിലയിരുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്.
നാദിർഷ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് പൾസർ സുനിക്ക് വേണ്ടി വിഷ്ണു എന്നൊരാൾ തന്നെ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ സിനിമാ രംഗത്തു നിന്നും ദിലീപിൻ്റെ പേര് പറയാതിരിക്കണമെങ്കിൽ പേര് പറയാൻ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടെന്നും ഇത്തരത്തിൽ പേര് പറയാതിരിക്കാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ഇത്തരത്തിൽ വിഷ്ണു തന്നെ വിളിച്ചത് എന്നാണ്. പക്ഷേ തുടർന്ന് പോലീസ് നടത്തിയ ഈ ഗൂഢാലോചന സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പറഞ്ഞതിൽ പലതും പൊരുത്തക്കേടുണ്ടെന്നും ഈ സംഭാഷണം സംബന്ധിച്ച് പുറത്തു വന്ന ഓഡിയോ ടേപ്പിൽ വലിയ തോതിലുള്ള എഡിറ്റിംഗ് നടത്തുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. 8 മിനിറ്റോളമാണ് ഇരുവരും ജയിലിലേക്ക് നാദിർഷ വിളിച്ചനുസരിച്ച് 8 മിനിറ്റോളമാണ് സംസാരിച്ചതെന്നുള്ള വിവരം പുറത്തു വന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ നാദിർഷ പോലീസിൽ നിന്ന് മറച്ചുവെച്ചു എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാദിർഷയുടെയും അതോടൊപ്പം തന്നെ ദിലീപിൻ്റെയും അപ്പുണ്ണിയുടെയും ചോദ്യം ചെയ്യലിനെ തുടർന്ന് അവർ പറഞ്ഞ മറുപടികൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ മൊഴിയിൽ എല്ലാം തന്നെ പോലീസിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു തരത്തിൽ സമാഹരിച്ച തെളിവുകൾ എല്ലാം തന്നെ ഇവർക്ക് എതിരായി നീങ്ങുന്നു എന്നൊരു സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ പോലീസ് ഉന്നതതല യോഗം ചേരുന്നത്. നികേഷാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ പോലീസ് ക്ലബ്ബിൽ അല്പസമയത്തിനകം IG അടക്കമുള്ളവർ ഉന്നതതല യോഗം ചേരും. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിന്റെ പുരോഗതി അടക്കം വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്.